ഈമാൻ എന്നത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തെ, കാണാത്ത ഒരു ലോകത്തെ ദലീലുകൾ വെച്ച് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു ഇറക്കിയ വഹീന്റെ വെളിച്ചത്തിൽ, റെവലേഷന്റെ വെളിച്ചത്തിൽ ആ ഒരു വഹീനെ വിശ്വസിച്ചതിന്റെ പേരിൽ ഖൽബ് കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഒരു മുസ്ലിം. സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അൽ ജന്നത്തു ഹഖ്ഖുൻ, നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. വൽ മീസാനു ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ, അല്ലാഹു സത്യമാണ്, അല്ലാഹുവിന്റെ ലിഖാഉം സത്യമാണ്, എല്ലാം സത്യമാണ് എന്ന് അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ. ഷഹാദത്ത് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടതുപോലെയാണ്, കണ്ടതിനെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ പോലും യുഅ്മിനൂന ബിഹി, അല്ലാഹുവിൽ ഈമാനുള്ളവരാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മലക്കുകൾ പോലും അല്ലാഹുവിന്റെ അർശ് ചുമക്കുമ്പോ റബ്ബ് തആലയെ കാണുന്നില്ല, അവർക്ക് ഈമാനാണ്. എന്തുകൊണ്ട്? മുആയനത്തുണ്ടെങ്കിൽ, നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഈമാൻ എന്നല്ല പ്രയോഗിക്കുക, ഷഹാദത്തെ അവിടെ ഉണ്ടാവുക. പക്ഷേ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ഹൃദയത്തിന്റെ വെളിച്ചത്തിലൂടെ അല്ലാഹുവിന്റെ മലക്കൂത്തുസ് സമാഇനെ ബോധിച്ചവരാണ്. മരണമുണ്ടെന്നും ഖബറുണ്ടെന്നും, ഖബറിന്റെ ഉള്ളിൽ ഒന്നുകിൽ ഇമ്മാ ജന്നത്ത് ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്നത്ത്, അല്ലെങ്കിൽ അത് ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, നരകത്തിന്റെ കഷ്ണമായിരിക്കും ഒരിക്കൽ. ഒന്നുകിൽ അത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അത് മുഅ്മിനീങ്ങൾക്ക് സ്വർഗമാണ്. അവിടെ ഒരു ഹയാത്തുണ്ട്, അത് കഴിഞ്ഞാൽ ഒരു ഹിസാബുണ്ട്, ഒരു മീസാനുണ്ട്, തതായുറുസ് സുഹുഫുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കണ്ട പോലെ വിശ്വസിക്കുന്നവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്തേ സാക്ഷ്യം വഹിക്കും? കണ്ണുകൊണ്ട് കണ്ട പോലെ. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പുണ്യനബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു, ഞാൻ കണ്ടതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഷഹാദത്താണ് ഇതൊക്കെ. അതാണ് ഒരു മുഅ്മിനും ഒരു സ്കെപ്റ്റിക്കായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. സംശയാലുക്കളായ ആളുകൾ, സന്ദേഹവാദികളായ ആളുകൾ, ഉണ്ടാകോ ഇല്ലയോ, നാളെ പരലോകം ഉണ്ടോ ഇല്ലേ, നമുക്ക് എന്തായാലും ഒരു നിലക്കും ഒരു മുഅ്മിന് നാളെ നഷ്ടമല്ല. എക്സാം ഉണ്ടാവില്ലേ, ടീച്ചർ പറഞ്ഞ് നാളെ പരീക്ഷയാണ്, അപ്പൊ ഒരുത്തം വിളിച്ചു പറഞ്ഞ് വെറുതെ പറയാണ്. അപ്പൊ ചില വളവന്മാർ അവന്റെ പിന്നാലെ കൂടി പരീക്ഷ ഉണ്ടായി എന്തുപയോഗിക്കും? അവര് തോൽക്കും. നേരെ മറിച്ച് പരീക്ഷ ഉണ്ടെന്ന് ഉറപ്പിച്ച ആളുകൾ അവര് ഇല്ല, പരീക്ഷ നീട്ടി വെച്ചു എന്ന് വിചാരിക്കുക, അല്ലെ സ്കൂൾ അങ്ങ് പൂട്ടിന്ന് വിചാരിക്കുക, വല്ലതും നഷ്ടപ്പെടാനുണ്ടോ? ഒന്നും നഷ്ടപ്പെടാനില്ല. അവർ ഒരുങ്ങിയിരുന്നു, അവർ റെഡിയാണ്. മുഅ്മിനീങ്ങൾ റെഡിയാണ്.